നാദാപുരം മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ യു ഡി എഫിന് കരുത്തനായ ഒരു സാരഥി തന്നെയാണ് മണ്ഡലത്തിൽ ഇറക്കുന്നത്. അഡ്വക്കേറ്റ് അഭിജിത്തിനാണ് ഇറക്കിയത്. പക്ഷെ അഭിജിത്ത് കഴിഞ്ഞ പ്രാവശ്യം നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനായിട്ട് തോറ്റ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഇപ്രാവശ്യം വൻ തിരിച്ചുവരവ് വരുത്തും എന്നുള്ളതാണ് അഭിജിത്തിന്റെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. നമുക്ക് കൂടുതൽ അറിവുകൾ അറിയണമെങ്കിൽ ഇവിടുത്തെ സർവേ നടത്തണം. അപ്പൊ എന്തായാലും ഈ വസന്ത ആയിരിക്കുമോ അല്ലെങ്കിൽ അഭിജിത്ത് ആയിരിക്കുമോ ഇവിടുത്തെ MLA ആവാം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും നാട്ടുകാരോട് തന്നെ ചോദിക്കാം എന്താണെന്നുള്ളത്. ആരെ പക്ഷത്താവും? ഇടത് കോട്ട തകർക്കാൻ UDF അല്ലെങ്കിൽ സീറ്റ് നിലർത്ത LDF എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ട വിഷയമാണ്. എന്തായാലും നമുക്ക് നാട്ടുകാരോട് ഒന്ന് ചോദിക്കാം. അതന്നെ പഞ്ചായത്ത് ഏതാ? എടച്ചേരി പഞ്ചായത്ത്. ഇവിടെ പൊതുവെ LDF 40-40 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്രാവശ്യത്തെ ഒരു ടൈറ്റ് ഉണ്ട്. അഭിജിത്ത് വന്നിട്ട് ടൈറ്റ് ഉണ്ടോ? എന്താണ് സ്ഥിതി? ഇവിടെ ഇടതുപക്ഷാണ് ജയിക്കല് സാധാരണ ഉണ്ടാവുന്നതാണല്ലോ. പക്ഷേ ഈ പ്രാവശ്യത്തിന്റെ മൊത്തം അടിസ്ഥാനത്തിൽ നോക്കുന്നെങ്കിൽ ഇവിടെ പ്രയാസമാണ്. ഒരു ടൈറ്റ് ഉണ്ട് മത്സരം, അതാണ് കാണുന്നത്. ഒരു ബലാബലം, ഏത് പക്ഷത്തും ജയം പോവാ. ആധിപത്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലെത്തിയിട്ടുണ്ട്. ജയിക്കാൻ സാധ്യതയുള്ള ആരാ? UDF. ഞങ്ങൾ പച്ചക്കുപ്പായ ഇട്ടിക്കണില്ലേ? അഭിജിത്ത് ഉറപ്പ്. 40 വർഷമായി കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് കിട്ടിയില്ല. ഇപ്രാവശ്യം കിട്ടോ? നിങ്ങള് നല്ല പ്രാർത്ഥിക്കണം കിട്ടാന്. CPI തന്നെ ജയിക്കും. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ സാധ്യത? അതന്നെ CPIക്ക് തന്നെയാണ് സാധ്യത ഉള്ളത്. 40 വർഷമായിട്ട് LDFന്റെ കയ്യിലുള്ള സീറ്റ് ഇപ്രാവശ്യം അഭിജിത്ത് കൊണ്ടുപോവാം. ഇപ്രാവശ്യം ഭരണമാറ്റം ആവശ്യമാണ്. മാറ്റാൻ വേണ്ടിയിട്ട് അഭിജിത്ത് തീർച്ചയായും ജയിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ഭൂരിപക്ഷത്തിൽ ജയിക്കുവോ? ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും ഉണ്ടാവും. കാരണം 40 വർഷമായിട്ട് സത്യമക്വരി വന്ന മണ്ഡലമാണ്. അതുപോലെ വിശ്വം മന്ത്രി വിശ്വം നാദാപുരം ഒരു വികസനം എന്ന് പറയാനില്ല. 1-2 പാലങ്ങളും മറ്റല്ലാതെ വേറെ വികസനം അടിസ്ഥാന വികസനങ്ങളൊന്നുമില്ല. അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞാൽ പഴയ ഗവൺമെന്റ് ചെയ്ത ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല പുതിയതായിട്ട് വന്നിട്ടില്ല. റോഡുകൾ പുതിയത് വന്നില്ലേ? റോഡുകളും പാലങ്ങളും കൊണ്ട് കാര്യമില്ല. അതല്ല വികസനം. വികസനം എന്ന് പറയുന്നത് പിന്നെ എന്തെല്ലാം വികസനം? വിദ്യാഭ്യാസം മാത്രം. ഈ റോഡ് ഉണ്ടാവുമ്പോഴാണല്ലോ വിദ്യാഭ്യാസത്തിലേക്ക് അടുത്ത കയറാൻ പറ്റുക. റോഡല്ല ഫസ്റ്റ്. അതൊന്നും ഒരു വികസനം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും. ഒരു മാറ്റം വേണം. ഇവിടെ ജയിക്കാൻ സാധ്യത LDF LDF അല്ലേ? ഇപ്രാവശ്യം അഭിജിത്ത് എന്ന യുവ നേതാവ് വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ. സാധ്യത വല്ലതും കാണുന്നുണ്ടോ? തള്ളിക്കളയാൻ പറ്റില്ല. ഏകപക്ഷമായ ജയം ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സാധ്യത കിടമത്സരം ഉണ്ട് അല്ലേ? LDF ആണ്. അപ്പൊ അഭിജിത്ത് വന്നിട്ട് അതിനുള്ള ഒരു കാര്യമൊന്നുമില്ല, ബലാബലമൊന്നുമില്ല, ടൈറ്റൊന്നുമില്ല. LDF UDF സാധ്യത ഉണ്ട് മാറാൻ അല്ലേ? അഭിജിത്ത് വന്നപ്പോ ഒരു ഉണർവ് വന്നോ? ഷാഫി എഫക്ട് വന്നിട്ടുണ്ട് അല്ലേ? ഷാഫി വന്ന് പ്രസക്തൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഷാഫിയൊക്കെ എഫക്റ്റീവ് കളിക്കുന്നുണ്ട് അല്ലേ? ഫുൾ ആളാണ്. സാധ്യത ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നതാ. ഇവിടെ ജയസാധ്യത LDFനാണോ UDFനാണോ? LDFനാണ് തോന്നുന്നത്. ഈ അഭിജിത്ത് വന്നപ്പോ ടൈറ്റ് ഉണ്ടോ മത്സരം? ചെറിയ ടൈറ്റ് ഉണ്ട്. LDFനാണോ UDFനാണോ ഇവിടെ സാധ്യത? ജയസാധ്യത LDFനാണ്. ഇപ്പൊ അഭിജിത്ത് എന്ന ഒരു ചുണക്കുട്ടം വന്നിട്ടുണ്ടല്ലോ. ഫൈറ്റ് ഉണ്ടോ? സാധാരണ LDF ഏകപക്ഷമായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലല്ലേ? 40 വർഷമായിട്ട് സത്യമൊക്കേരി ആയിരുന്നു, വിശ്വമാണ് നിന്നത്. ഇതൊക്കെ പല ആൾക്കാരും നിന്ന്. അപ്പൊ ഈ പ്രാവശ്യം ടൈറ്റ് ഉണ്ടോന്ന് ചോദിക്കുന്നത് മത്സരത്തിന്? സാധ്യത ഇല്ല. LDF തന്നെ ജയിക്കുള്ളൂ. LDF ആണോ UDF ആണോ? UDFനാ ചാൻസ് ഉണ്ട്. അഭിജിത്ത് വന്നപ്പോ ടൈറ്റ് വന്നോ മത്സരം? എടുക്കാൻ എടുക്കോ UDF? എന്നാലും സാധ്യത ഉണ്ടോ? കാണുന്നുണ്ട്. ജയസാധ്യത ആർക്കാണ്? LDF ആണോ UDF ആണോ? LDF തന്നെ ആയിരിക്കും അല്ലേ? ഒരു ബലാബലം ഉണ്ടോ അഭിജിത്ത് വന്നപ്പോ? ടൈറ്റ് ഉണ്ടോ? ഇല്ല. ഏകപക്ഷമായി തന്നെ ജയിക്കും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ ജയസാധ്യത ആർക്കാണ്? ഏറ്റവും ജയസാധ്യത LDF. നിങ്ങളുടെ അഭിപ്രായത്തില് LDF തന്നെ. അഭിജിത്ത് വന്നപ്പോ ടൈറ്റ് ഒന്നും ആയില്ല. ഇല്ല, ടൈറ്റ് ആയില്ല. അഭിജിത്തിന് ജയസാധ്യത ഇല്ല. ഉണ്ട്, ചെറിയ സാധ്യത ഉണ്ട്. മണ്ഡലാണ് അത് തകർക്കാൻ കഴിയില്ലെന്നാ പറയുന്നത്. നോക്കാം. ഉരുക്കുകോട്ട അല്ലേ? ശരി. സാധ്യത ഉള്ള ആരാണ്? LDF ആണോ UDF ആണോ?
എൻ്റെ അഭിപ്രായത്തിൽ ആരാ? യു ഡി എഫ്. ഇനി എന്താ അഭിപ്രായം? ആര് ജയിക്കും? അഭിജിത്ത് ജയിക്കും അവിടെ, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യത? എൻ്റെ അഭിപ്രായം എന്താ? നിങ്ങളെ അഭിപ്രായം എന്താ? ആരാ ജയസാധ്യ? യു ഡി എഫാ? നീ യു ഡി എഫാ? ഓക്കെ. കക്ക മറ്റേ ഇതേതാ സ്ഥലം? തലായി അല്ലേ? ഇവിടെ ജയസാധ്യത ആയിരിക്കാം? യു ഡി എഫ് ആണോ? 40 വർഷമായിട്ട് ഈ LDF കയ്യിലുള്ള സീറ്റല്ലേ? മറിയോ? മറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ. ജയസാധ്യത ആയിരിക്കാണ്? LDF ആണോ യു ഡി എഫ് ആണോ? എന്താ അഭിപ്രായം? LDF അല്ലേ? മോന്റെ അഭിപ്രായം എന്താ? നീ ആരാ ടീം? മോൻ യു ഡി എഫ് ആണ്, ഉമ്മ LDF ആണ്. തമ്മിൽ കച്ചറാവോ? ഇല്ല. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാന്ന് പറയാൻ പറ്റുമോ? LDF ആണോ യു ഡി എഫ് ആണോ? എന്താ അഭിപ്രായം ഉണ്ടോ? എങ്ങനെ? യു ഡി എഫ് ആണ്. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? മോന്റെ അഭിപ്രായത്തിൽ ആരാ? ഓനാ ഗ്ലാസ് തൊട്ട്. എന്താ അഭിപ്രായം? LDF. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ ജയിക്കാൻ സാധ്യത? LDF ആണോ യു ഡി എഫ് ആണോ? യു ഡി എഫ്. എന്റെ അഭിപ്രായത്തിൽ ആരാ? എനിക്ക് അഭിപ്രായം ഇല്ല. നിങ്ങളെ അഭിപ്രായത്തിൽ യു ഡി എഫ് ആ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? യു ഡി എഫ്. ഉമ്മ നിങ്ങള് കൈ കഴിക്കല് പിന്നാക്ക. നിങ്ങളെ ആരെ കൂടാണ്? യു ഡി എഫ്. ഒരു പറഞ്ഞ യു ഡി എഫ് പറഞ്ഞു. യു ഡി എഫിന്റെ കൂടാ? LDF-നാണോ യു ഡി എഫിനാണോ? LDF. നിങ്ങൾക്ക് വോട്ടിടോ? ഇല്ല. അമ്മേ എന്താണ് അഭിപ്രായം? നമ്മളെ പിണറായി വിജയൻ 10 വർഷമായിട്ട് കേരളം ഭരിച്ച് ഉപകാരപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ ഉപദ്രവമായിരുന്നോ? വരണോ? ഉപകാരമായിരുന്നോ? ഇവിടെ ജയിക്കാൻ സാധ്യത ആരാ? അവരെന്നെ ജയിക്കുള്ളൂ. ഇനി ഒരു 5 വർഷം കൂടി അവർക്ക് തന്നു കഴിഞ്ഞാല് കേരള ജനത കുടുങ്ങൊന്നില്ല, രക്ഷപ്പെടും. ഓക്കെ. അഭിപ്രായത്തില് ആരാണ്? LDF ആണോ യു ഡി എഫ് ആണോ? യു ഡി എഫ് ആ? ഇത് ഏതാ മണ്ഡലം? ഏതാ? നാദാപുരം അല്ലെ? നാദാപുരം മണ്ഡലം അഭിജിത്ത് എന്ന പുലിക്കുട്ടുണ്ട്. കഴിച്ചിലാവോ? എന്താ അഭിപ്രായം? ആരാ? CPIന്റെ സ്ഥാനാർത്ഥി നമ്മളെ വസന്താണ്. വസന്തം സത്യൻ കൊമ്മേരിന്റെ വൈഫ് അല്ലേ? അപ്പൊ പുള്ളി തന്നെ ജയിക്കുന്നാണോ പറയുന്നത്? അഭിജിത്തിന് സാധ്യതയില്ല. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി LDF ആണോ യു ഡി എഫ് ആണോ? LDF ആണോ യു ഡി എഫ് ആണോ? യു ഡി എഫ് വരണം എന്ന് ആഗ്രഹം അല്ലേ? 40 വർഷമായിട്ട് നാദാപുരം മണ്ഡലം LDF-ന്റെ കയ്യിലാണ്. ഇപ്രാവശ്യമെങ്കിലും തിരിച്ചു പിടിക്കുക അഭിജിത്ത്? തിരിച്ചു പിടിക്കുക അല്ലേ? LDF ആണോ യു ഡി എഫ് ആണോ? എന്താ അഭിപ്രായം? പറയാൻ പറ്റില്ല, അഭിപ്രായം ഇല്ല. ഓക്കെ. ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നാ. ഇവിടെ ജയസാധ്യത ആർക്കാണ്? LDF തന്നെ. അഭിജിത്തിന് സാധ്യതയില്ലേ? എന്താ സാധ്യത? തുല്യ ശക്തിയാണ്. ആരെ ഭാഗത്തും ജയം വരും. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ ജയിക്കാൻ സാധ്യത? യു ഡി എഫ്. 10 വർഷത്തെ പിണറായി വിജയന്റെ നേട്ടങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കോട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? കുറെ ഉണ്ടോ? ഉണ്ട് അല്ലേ? നോക്കാം. ജയസാധ്യത ഇവിടെ ആയിരിക്കാണ്? LDF ആണോ യു ഡി എഫ് ആണോ? അങ്ങനൊന്നുമില്ല. ടൈറ്റ് ഉണ്ടോ? മത്സരം ടൈറ്റ് ഉണ്ടോ? ഒന്നുമില്ല, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ. നാദാപുരം പഞ്ചായത്ത് മണ്ഡലത്തില് ജയസാധ്യത ആയിരിക്കാണ്? LDF യു ഡി എഫോ? യു ഡി എഫ്. നിങ്ങളെ അഭിപ്രായത്തിലായിരിക്കാം? നല്ല UDF തന്നെ വരുമല്ല. കാരണം ഈ കാലം അത്രയായിട്ടും LDF എന്ത് നല്ല ഇപ്പൊ വരുന്നത് നല്ല സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾക്ക് നല്ല അഭിജിത്ത് നല്ല അഭിപ്രായമുള്ള ആളാണോ? നല്ല അഭിപ്രായമുള്ള 40 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയില് യു ഡി എഫ് ഇല്ല, കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടിയില്ല. പക്ഷേ ഈ കൂടി അട്ടിമറിയില്ല. ഇക്കുടി അടിച്ചുമാറിയും ലാസ്റ്റത്തെ ഭരണം എന്നാ പറയുന്നത് മാർക്സ് പാർട്ടിന്റെ. കേരളത്തില് മാർക്സ് പാർട്ടി ഭരണം വരില്ലെന്നാണ്. പക്ഷെ അതിനുള്ള ചാൻസ് ഇവിടെ UDF കൊടുക്കും. കാരണം തമ്മിലടിയല്ല, ഒരേ തമ്മില് അടിയല്ല. നിങ്ങൾ നമ്മൾ കേൾക്കുന്നത് അല്ല പ്രചരണങ്ങൾ. ജനങ്ങളെ പരാതികൾ എന്താ, ഓർക്ക് എന്താ വേണ്ടി അത് നോക്കി ചെയ്യണം. ഇതാ ഞാനും വരുന്നതിന് പറ്റി പാർമുട്ടികൾ കാഴ്ചത്തെ കൊണ്ട് കാര്യം പ്രവർത്തന ശൈലി കാണിച്ചു കൊടുക്കണം. ആരായിരുന്നു ഏത് പാർട്ടിയായിരുന്നു? ഇവിടെ ജയസാധ്യത ആരാണ്? 40 വർഷത്തെ ഭരണമാണല്ലോ LDF-ന്റെ. സാധ്യത ഉണ്ടോ ഇപ്രാവശ്യം കോൺഗ്രസിന്, അഭിജിത്തിന്? എന്താ അഭിപ്രായം? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ പക്ഷത്താവും ചെയ്യാ? LDF ആണ്? നിങ്ങളോ? LDF. ജയസാധ്യത ആയിരിക്കാം? LDF ആണോ യു ഡി എഫ് ആണോ? LDF തന്നെ അധികാരത്തിൽ വരുള്ളൂ. അഭിപ്രായങ്ങൾ മടുത്തു പറഞ്ഞില്ലേ? വോട്ടില്ല. നാദാപുരം മണ്ഡലത്തില് UDF-ന്റെ വിജയം കിട്ടോ അല്ലെങ്കിൽ LDF ആണോ? UDF-നാണ്. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? അഭിപ്രായമില്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അഭിപ്രായമില്ല. മോനിക്ക് വോട്ടുണ്ടോ? കന്നി വോട്ടുണ്ടോ? ഇവിടെ അഭിജിത്ത് എന്ന പുലിക്കുട്ടി ജയിക്കോ അല്ലെങ്കിൽ LDF-ന്റെ തട്ടകം തന്നെ നിലനിർത്തോ? പി വസന്തം LDF-ന്റെ. അത് കഴിഞ്ഞ പ്രാവശ്യം അഭിജിത്ത് ആയിരുന്നോ? ആര്? പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ നിൽക്കുന്ന 3.0 ആവും കേരള.
ഷുവർ. എന്താണ് പിണറായി വിജയനെ പറ്റി പറയാനുള്ളത്? പാർട്ടിക്കാരനോട് ചോദിക്കാണ്. നല്ല അഭിപ്രായം. ഇനിയും വരുന്ന 5 വർഷം കൂടി തന്നാല് പൊടി പൊടിക്കോ? ജനങ്ങൾ എല്ലാരും ഹാപ്പിയാണ് ഇല്ലേ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? പിണറായി നല്ലൊരു ഭരണം ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നാദാപുരത്ത് തന്നെ ആദ്യമായിട്ട് ഒരു വനിതാ MLA കിട്ടാൻ പോകുന്ന ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. വനിത MLA ഇവിടെ ഇല്ലേ? കേരള കോഴിക്കോടൊക്കെ? കോഴിക്കോടല്ല, നിങ്ങൾ നാദാപുരത്ത് ഫസ്റ്റ് ടൈമാരാ? ഓക്കെ, ആവേശത്തിലാണ് എല്ലാ ജനങ്ങളും ഉള്ളത്. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി അറിയാം? LDF UDF? UDF. നിങ്ങളെ അഭിപ്രായത്തിലാരാ? UDF തന്നെ ആയിക്കോട്ടെ. നിങ്ങളെ അഭിപ്രായം? ഇലക്ഷന്റെ സർവേയിലാണ് ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണ് UDF ആണോ? LDF ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? അഭിപ്രായം ഇല്ല. നാദാപുരം മണ്ഡലം ഇപ്പൊ പൊതുവെ LDFന്റെ 40 വർഷമായിട്ട് LDF ഭരിക്കുന്നത്. ഇപ്രാവശ്യം ചാൻസ് ഉണ്ട് അഭിജിത്തിന്, കോൺഗ്രസിന്? ഇല്ല, ചാൻസ് ഇല്ല. സാധ്യതയുള്ള സ്ഥാനാർത്ഥി അറിയാം? LDF UDF? UDF. ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? അറിയില്ല. LDF ആണോ UDF ആണോ? അഭിപ്രായം ഉണ്ടോ? UDF. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? UDF. ഓക്കെ. എങ്ങനെ പൊരുതി ജയിക്കും? 40 വർഷമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ല LDF UDFന്. ഇപ്രാവശ്യം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, കിട്ടട്ടെ. LDF ആണോ UDF ആണോ? നാദാപുരം പറയാൻ പറ്റില്ല അല്ലേ? ബലാബലം ഉണ്ടോ? ചാൻസ് LDFനാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള LDF ആണോ UDF ആണോ? UDF. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? LDF ആണ്. നിങ്ങളെ അഭിപ്രായത്തിൽ എന്താ? ആരും ഒന്നും പറയാൻ പറ്റില്ല. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? LDF ആണ് UDF? LDF. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ ജയിക്കുക? LDF UDF? നാദാപുരം മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? രണ്ടാക്കും ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ. LDF ആണോ UDF ആണോ? പറയാൻ പല സ്ഥിതിയാണ്. ബലാബല LDF ആണോ UDF ആണോ? LDF എന്നാ? ഓക്കെ മാമ, ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? ബലാബല അല്ലേ? സാധ്യത. ഓ, ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നു. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? LDF ആണോ UDF ആണോ? ആരാ കൂടെ ആയിരിക്കും? LDF ആണോ UDF ആണോ? നാദാപുരം അല്ലത്? നാദാപുരം ആര് ജയിക്കും? 40 വർഷമായിട്ട് LDFന്റെ കയ്യിലാണ് ഭരണം. ഇപ്രാവശ്യം നിങ്ങൾ LDFന്റെ ആളല്ലേ? നിങ്ങളെ അഭിപ്രായത്തിലായിരിക്കും? LDF തന്നെ അല്ലേ? എനിക്ക് കുറെ ആൾക്കാരുണ്ടല്ലോടാ. ചേച്ചി, ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നാണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? അഭിജിത്ത് എന്ന പുലിക്കുട്ടം വന്നിക്കണ്. ജയിക്കോ? ജയിക്കോ? അഭിജിത്ത് ജയിക്കുന്ന പറയുന്നത്? നിങ്ങളെ അഭിപ്രായത്തിലായിരിക്കും? LDF. നിങ്ങളെ അഭിപ്രായം എന്താ? അഭിപ്രായം ഇല്ല. മോക്കുണ്ടോ? മോള് ഉറങ്ങാ? അല്ല, ഉറക്കില്ല. ഞാനേ ഒരു ഇലക്ഷന്റെ സർവേക്ക് വന്നോ. പിടിക്കണ്ട. ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? വോട്ടില്ലേ? എന്നാലും നമുക്കൊരു അഭിപ്രായത്തിൽ ആര് ജയിക്കും? LDF ആണോ UDF ആണോ? 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിന് എന്താ പറയാനുള്ളത്? നല്ല ഭരണമല്ല. ഓക്കെ. എന്താണ് ചേച്ചി, ഇവിടെ ആര് ജയിക്കും? ബലാബലാണ്. കൈക്കുണ്ടാവും ഭരണം. രണ്ടാക്കും ജയിക്കാൻ സാധ്യതയുണ്ട്. അതെ. ഒരു മാറ്റം വേണോന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനെ ആവട്ടെ. എന്നാല് എന്താണ് ഒരു ഇലക്ഷന്റെ സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? 10 കൊല്ലമായിട്ട് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കാൻ കേരളം. എന്താണ് പിണറായി വിജയനെ പറ്റി പറയാനുള്ളത്? നല്ല ഭരണമാണ്. ഇനിയും തുടരണം ആഗ്രഹം ഉണ്ടോ? നിങ്ങളെ അഭിപ്രായത്തിൽ ആര് ജയിക്കണോ? LDF ആണോ UDF ആണോ? മോളെ LDF ആണോ UDF ആണോ? അഭിപ്രായം ഉണ്ടോ? ഇല്ല, അതാ അഭിജിത്ത്. LDF ആണോ UDF ആണോ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? UDF. അതന്നെ. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? UDF. LDF UDF? LDF മത്സരമാണ്. തൂണേരി. ഇവിടെ നാദാപുരം മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനത്ത് ആരാ? LDF ആണോ UDF ആണോ? LDF ആണ് അല്ലേ? 10 വർഷം പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടക്കോട്ടങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നേട്ടങ്ങളും ഇല്ല, കോട്ടങ്ങളും പറയാനില്ല. ഒന്നും പറയില്ല. ഇവിടെ നാദാപുരം മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? പറയാൻ പറ്റില്ല. നാദാപുരം മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള LDF UDF? എങ്ങനെ? UDF? നീ ഏതാണ്ട പാർട്ടി? യൂട്യൂബ് പാർട്ടിയാണ്. പേരോടല്ലേ? പേരോട്.
ഇവിടെ ജയിക്കാൻ സാധ്യത LDF ആണോ UDF ആണോ? നാദാപുരം മണ്ഡലല്ലേ അത്? ആ, ഇവിടെ ജയിക്കാൻ സാധ്യത ആരാ? LDF വരും അല്ലേ? നിങ്ങളെ അഭിപ്രായത്തിൽ ആര് വരും? LDF തന്നെ വരുള്ളൂ അല്ലേ? ഏട്ടന്മാരെ, നിങ്ങളെ അഭിപ്രായത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? ഇവിടെ അല്ല. നിങ്ങളെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങള് LDF അല്ലേ? ബിരിയാണിക്കൊക്കെ എന്താണ്? ആ, ഇനി അതന്നെ ജയിക്കുള്ളൂ. പിന്നെ ഇത് എന്താ ഇവിടെ ഇത്? മലബാർ അത്ഭുത ബിരിയാണി. എന്താ ഈ ബിരിയാണിക്ക് പ്രത്യേകത എന്താ? നാടൻ ടച്ചാണ്. ഇത് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കി. സ്ഥലം പേരോട്. ഇവിടെ ഏത് സമയത്ത് ബിരിയാണി ഉണ്ടാവാ? രാവിലെ 12 മണി മുതൽ ഒരു 3-3:30 വരെ ഉണ്ടാവും. എത്ര ചിക്കനും? അൺലിമിറ്റഡ്. എത്ര റേറ്റ് വരുന്നത്? 110. ആരാണ്? UDF ആണോ LDF ആണോ? UDF. നിങ്ങൾ UDF ആ? 40 വർഷമായി UDF ഒരു സീറ്റ് ഇട്ടിട്ട് ഇപ്രാവശ്യം കിട്ടുക? അഭിജിത്ത് ജയിക്കും. ഓക്കെ, ജയിച്ചു വരട്ടെ. കട്ടൻ ചായ സുലൈമാനി അല്ലേ? UDF LDF കഴിഞ്ഞിട്ട് നോക്കാം. അത് സ്ഥലം ഏതാ? അഭിപ്രായത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? LDF ആണോ UDF ആണോ? UDF തന്നെ അല്ലേ? ഓക്കെ. LDF ആണോ UDF ആണോ? ഉറപ്പാണ് അല്ലേ? നീ എത്ര അതും തയ്ക്ക് എന്താ ബന്ധോ? ഇലക്ഷനായിട്ട് വോട്ട് ചെയ്യാനാ അങ്ങനെ? ഓ, ജയിക്കാൻ സാധ്യതയുള്ള ആരാ? LDF UDF? ആ, നാദാപുരം ജയിച്ചു കഴിഞ്ഞ് ഭൂരിപക്ഷപ്പെട്ടുണ്ട്. കുറച്ച് അമിതമാവോ? കുറച്ചുകൂടെ 6000 വോട്ട് ജയിച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അല്ല, കാണാൻ വന്നല്ല കേട്ടോ, വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് UDF. നിങ്ങൾ ഏതാ പാർട്ടി? UDF എന്നാ ജയിക്കാൻ സാധ്യത ഉള്ളതാണ്. LDF ആണോ UDF ആണോ അഭിപ്രായം? LDF ജയിക്കുക അല്ലെങ്കിൽ UDF ജയിക്കുക? UDF ആ? 10 കൊല്ലം പിണറായി വിജയന്റെ ഭരണത്തിനെ പറ്റിയിട്ട് എന്താണ് നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നല്ല അഭിപ്രായമാണോ? അഭിപ്രായം കുഴപ്പമില്ല. ഭരണം മാറണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാ ചങ്കന്മാരെ എന്താണ് നിങ്ങളെ അഭിപ്രായത്തിൽ? യൂത്തന്മാർ ആരെ കൂടാണ്? LDF ആണോ UDF ആണോ? 10 വർഷമായിട്ട് പിണറായി വിജയന് ഭരിക്കാണ് കേരളം. എന്താണ് അഭിപ്രായം? നല്ലതാണോ മോശമാണോ? അതും അറിയില്ല. ഇത് ഏതാ സ്ഥലം? ആ, അതറിയാം. ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്ന ഇവിടെ ജയിക്കാൻ സാധ്യത ആരാണ്? LDF ആണോ UDF ആണോ? അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉമ്മക്ക് അഭിപ്രായം ഉണ്ടോ? ആര് ജയിക്കും? അഭിപ്രായം ഇല്ല. ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? LDF ആണോ UDF ആണോ? LDF തന്നെ. എല്ലാരും LDF ആണല്ലോ പറയും. നിങ്ങൾ എന്താ LDF? UDF ആരുണ്ടോ? നിങ്ങൾ UDF ആയിരുന്നല്ലേ? LDF എന്നാ? ഓ, അപ്പൊ 10 വർഷം പിണറായി വിജയന് ഭരണം, 10 വർഷം ഭരിച്ച്. എന്താണ് അഭിപ്രായം പിണറായിനെ പറ്റിട്ട്? നല്ല അഭിപ്രായം. പെൻഷനൊക്കെ ഇട്ടുണ്ട് അല്ലേ? ഹലോ, നിങ്ങളെ അഭിപ്രായം ആരാണ്? നിങ്ങൾ പിണറായി വിജയന്റെ ഫാൻസ് ആണോ? ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യത വസന്ത LDF തന്നെ അല്ലേ? പിന്നെ ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ? നാദാപുരം പഞ്ചായത്ത്, കല്ലാച്ചി അല്ലേ? ഓക്കെ, അതാ നിങ്ങൾ. ഓക്കെ, മാറ്റം വരണമെന്നുള്ള ആഗ്രഹമാണ് അല്ലേ? ഓ, LDF UDF? LDF തന്നെ വരും. കണ്ടീഷൻ ഭരണം മോശമല്ല, കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒന്നും വേണ്ട. പഞ്ചായത്ത് വളയല്ലേ? വളയം പഞ്ചായത്ത്. ഇവിടെ നാദാപുരം നിയോജക മണ്ഡലം അല്ലേ? ജയിക്കാൻ സാധ്യത LDF UDF? LDF ആണ്. ഇവിടെ തുടർച്ചയായിട്ട് LDF എന്നാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം മാറാൻ ചാൻസ് ഇല്ലേ? മാറ്റത്തിനൊരു വോട്ട് സാധ്യത കുറവാ. നിങ്ങളെ അഭിപ്രായത്തിൽ ചേച്ചിയെ മാറ്റത്തിനൊരു വോട്ടില്ല ഏട്ടാ? നിങ്ങളെ അഭിപ്രായത്തിൽ? LDF തന്നെ ജയിക്കുള്ളൂ. ഈ തുടർ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ 5 വർഷം കൂടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടോ? ഗുണങ്ങളെ കിട്ടണം. ഏട്ടാ അഭിപ്രായം എന്താ? സാധ്യത ഇല്ലേ? അഭിജിത്ത് എന്ന പുലിക്കുട്ടന് പൂച്ചക്കുട്ടിയാവോ? ഉറപ്പല്ലേ? പൂച്ചക്കുട്ടി ഉണ്ടാവും. LDF വരും. എന്താണ് നിങ്ങളെ അഭിപ്രായം? ജയിക്കാൻ ആർക്കാ സാധ്യത? LDF വരും, നാട് നന്നാവും. ഇതന്നെ മുദ്രാവാക്യം. എന്താ അഭിപ്രായങ്ങളെ? LDF തന്നെ. ഇത് കമ്മ്യൂണിസ്റ്റ് ഓഫീസ് സെറ്റാണോ? ഇത് ഇടതുപക്ഷത്തിന്റെ ഓഫീസ് സെറ്റാണോ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? LDF.